നമസ്കാരം. 2025 മെയ് 14 ദേവഗുരുവായ ബൃഹസ്പതിയുടെ, അതായത് ശുഭ്രഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശി സംക്രമണം നടക്കുകയാണ്. വലിയതും ശുഭകരമായതും ശുക്രരാശിയിലുള്ളതുമായ വ്യാഴത്തിൻ്റെ ഈ മഹാമാറ്റം, മഹാസംക്രമണം 12 കൂറുകാർക്കും ഉൾപ്പെട്ടിട്ടുള്ള ജന്മനക്ഷത്രങ്ങൾക്കും വളരെ വ്യത്യസ്തമായ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. വ്യാഴത്തിൻ്റെ ഈ സംക്രമണം അഥവാ മാറ്റം വിവിധ രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 ആണ് വ്യാഴം അഥവാ ബൃഹസ്പതി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഈ വ്യാഴ സംക്രമണം മൂലം വിവിധ രാശികളിലും ആ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ വരുന്നുണ്ട്. 2025 വ്യാഴം 3 തവണ രാശി മാറുന്നതായി കാണാം. അതായത് മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 നിലവിലുള്ള എടവം രാശി മാറി മെയ് 15 പുലർച്ചെ 2:30 ഇടവരാശിയിൽ നിന്നും ബുധൻ്റെ ഉടമസ്ഥതയിലുള്ള മിഥുന രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. ശേഷം 2025 ഒക്ടോബർ 18 രാത്രി 9:30 വ്യാഴം മിഥുനം രാശി വിട്ട് ചന്ദ്രൻ്റെ ഉടമസ്ഥതയിലുള്ള കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് ഡിസംബർ 4 രാത്രി 8:39 വ്യാഴം വീണ്ടും മിഥുന രാശിയിലേക്ക് തന്നെ വക്രഗതിയിലേക്ക് പിന്നിലോട്ട് സഞ്ചരിക്കുന്നതായാണ് ജ്യോതിഷ സങ്കല്പം. വ്യാഴം മഹാമാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് മനുഷ്യജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ അനുഭവയോഗ്യമാവുന്നു. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമാണ്. അറിവ്, വിദ്യാഭ്യാസം, സമ്പത്ത്, സന്താനങ്ങൾ, നിയമം, ഗുരു, ആത്മീയത, മതം, തത്വചിന്ത, സാഹിത്യം, കാര്യങ്ങളുടെ വികാസം തുടങ്ങിയ എല്ലാ ശുഭകാര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ വ്യാഴം ഭർത്താവിനെ പ്രതിനിധീകരിക്കുന്നു. ഇവയെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ അധീനതയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വ്യാഴത്തെ ഏറ്റവും മികച്ചതും പ്രധാനപ്പെട്ടതുമായ ഗ്രഹമായാണ് ജ്യോതിശാസ്ത്രത്തിൽ കണക്കാക്കുന്നത്. പലപ്പോഴും എല്ലാ രാശിക്കാരിലും വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് വ്യാഴം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം എത്രത്തോളം ഗുണപരമായ നേട്ടങ്ങളിലേക്ക് എത്തുന്നു എന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ശത്രുവായ ബുധരാശിയിൽ വരുന്നത് പോലെ മിഥുന രാശിയിലും വ്യാഴത്തിൻ്റെ അന്തസ്സ് അല്പം നഷ്ടപ്പെടുന്നതായി കാണാം. എന്നാൽ വ്യാഴവും ബുധനും ശുഭഗ്രഹമായി തുടരുന്നതിനാൽ ഈ സംക്രമണം നിർജീവ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, വ്യാഴ ബുധ ശത്രുത സൂര്യൻ, ശനി അല്ലെങ്കിൽ ചൊവ്വ, ബുധൻ പോലെയുള്ള കടുത്ത ശത്രുതയല്ല. ഇത് വിയോജിപ്പിൻ്റെയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ മാത്രം ശത്രുതയാണ്. അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം തടസ്സങ്ങളില്ലാതെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ ശത്രുരാശിയിൽ പോലും ഇതിന് ചില നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നു. മകരം, കുംഭം എന്നിവയിലെ പോലെ ഇത് പൂർണ്ണമായും ബുദ്ധിമുട്ടുള്ളതോ നിയന്ത്രണാത്മകമോ ആയിരിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളുടെയും കൂട്ടായ സ്വാധീനം അനുസരിച്ചാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ഗ്രഹം ഏതെങ്കിലും രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അത് നിങ്ങളെ രാജാവോ ഭിക്ഷക്കാരനോ ആക്കുകയില്ല. എന്നാൽ ഈ ഒരു ഗ്രഹത്തിൻ്റെ സംക്രമണം, അതായത് വ്യാഴത്തിൻ്റെ സംക്രമണം, തീർച്ചയായും കൂട്ടായ സ്വാധീനത്തിൽ അതിൻ്റേതായ പങ്ക് വഹിക്കുന്നതാണ്. വ്യാഴം എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലുതും വിശാലവും ശുഭ്രവുമാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം ഏകദേശം 13 മാസം നീണ്ടു നിൽക്കുന്നതാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവയുടെ മറ്റ് സംക്രമണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ നീണ്ട ഒരു സമയമാണ്. അതിനാൽ വ്യാഴം പോലുള്ള ഒരു വലിയ ഗ്രഹം ഒരു വർഷത്തേക്ക് ഒരു രാശിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ
അത് മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലും പൊതുവെ എല്ലാ ഭൂവിഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലും മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ട് മനുഷ്യജീവിതത്തിൽ നക്ഷത്രങ്ങളിലൂടെയുള്ള സ്വാധീനത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഈ വർഷത്തെ മേടസംക്രമം ഞായറാഴ്ചയും വിഷു തുലാക്കൂറിലെ ചോതി നക്ഷത്രത്തിൽ തിങ്കളാഴ്ചയും കൃഷ്ണപക്ഷത്തിൽ പ്രഥമ തിഥിയിൽ വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കുംഭം രാശ്യോദയ സമയവും വരാഹകരണത്തിൽ മേടവിഷു സംക്രമവും കൂടാതെ വ്യാഴത്തിൻ്റെ മഹാസംക്രമണവും പരിഗണിക്കുകയാണെങ്കിൽ അഗ്നിഭയം, യുദ്ധം, ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യവും ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശവും യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ നാം 2025 ഏപ്രിൽ 3 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വിഷുഫലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ വിഷുഫലം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുന്നത് നന്നായിരിക്കും. വ്യാഴത്തിൻ്റെ നിലവിലുള്ള സ്ഥാനം എടവത്തിലാണ്, എടവം രാശിയിലാണ്. വ്യാഴത്തിൻ്റെ സംക്രമണ കാലയളവ് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വ്യാഴം 2025 മെയ് 14 മിഥുന രാശിയിൽ പ്രവേശിക്കുകയും 2025 ഒക്ടോബർ 18 വരെ അവിടെ തുടരുകയും ചെയ്യും. തുടർന്ന് അത് കർക്കടകത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് 2025 ഡിസംബർ 5 വീണ്ടും മിഥുന രാശിയിൽ തിരിച്ചെത്തി 2026 ജൂൺ 2 വരെ അവിടെ തുടരുന്നതാണ്. വ്യാഴം മിഥുന രാശിയിലേക്കാണ് സംക്രമം നടത്തുന്നതെങ്കിൽ ഈ വലിയ ഗുരുസ്ഥാനത്തുള്ള ഗ്രഹത്തിൻ്റെ സ്വാധീനം എല്ലാ രാശികളിലുമുള്ള നക്ഷത്രജാതരെയും സമസ്ത ജീവജാലങ്ങളെയും പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്നുവെന്ന് പറയാം. വ്യാഴത്തിൻ്റെ വക്രഗതി കാലയളവ്, അതായത് പ്രതിലോമ കാലയളവ് 2025 നവംബർ 11 മുതൽ 2026 മാർച്ച് 11 വരെ ആകുന്നു. അതായത് വ്യാഴം കർക്കിടകത്തിൽ നിന്ന് മിഥുന രാശിയിലേക്ക് മാത്രമേ പിന്നോട്ട് പോകൂ. ഇത് ജ്യോതിശാസ്ത്രത്തിലെ ഒരു സങ്കല്പമാണ് എന്നുള്ളത് ഒന്ന് ഓർക്കേണ്ടതാണ്. അതായത് ഈ സമയത്ത് വ്യാഴം ഭൂമിയോട് അടുത്തായിരിക്കും. അതിനാൽ ഇനി പറയുന്ന ഫലങ്ങൾ ഈ സമയത്ത് കൂടുതൽ തീവ്രതയോടെ അനുഭവപ്പെടുന്നതാണ്. വ്യാഴം വിശ്വാസ വ്യവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമായതിനാൽ നമ്മുടെ വിശ്വാസ വ്യവസ്ഥയെയോ പഠിപ്പിക്കലുകളെയോ അതുമല്ലെങ്കിൽ ഗുരുനാഥന്മാരെക്കുറിച്ചോ നാം ചിന്തിക്കേണ്ട സമയമാണ്. മിഥുനത്തിൽ വ്യാഴം ശത്രുസ്ഥാനത്താണ്. അതായത് വ്യാഴവും മിഥുനവും കർത്താവും ബുധൻ ഇരുവരുടെയും ശത്രുവുമാണ്. എന്നാൽ ശത്രുവാണെങ്കിലും വ്യാഴം മിഥുനം ബുധൻ കൂട്ടുകെട്ടിലൂടെ അധ്യാപനം, അറിവ്, നേട്ടവും അറിവ് പങ്കിടലും കൂടാതെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലും ഉന്നമനത്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് നേട്ടത്തിനും അറിവ് പങ്കിടലിനും ഈ സംക്രമണ സമയം വളരെ മികച്ചതാണ്. അവരവരുടെ ആവശ്യപ്രകാരവും താല്പര്യപ്രകാരവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത് ഉദാഹരണമായെടുക്കാം. ചുരുക്കത്തിൽ മിഥുനത്തിൽ വ്യാഴത്തിന് ആളുകളെ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ഉള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയാം. വ്യാഴ സംക്രമണ സമയത്ത് കൂടുതൽ യാത്രകളും യാത്രാനുഭവ ഫലങ്ങളും സിദ്ധിക്കുന്നതുമാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ മിഥുന രാശിയിലേക്കുള്ള സംക്രമണ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയവിനിമയവും വിവരഫലവും വളരെ ഉയർന്നതായിരിക്കുമെങ്കിലും വിവരപ്രവാഹം വളരെയധികം വേഗത്തിലുള്ളതായിരിക്കും. ഏത് വിവരങ്ങളെ വേണമെങ്കിലും വിശ്വസിക്കുകയും നിരസിക്കുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഏത് വിവരങ്ങളാണ് സ്വീകരിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, ഏതാണ് നിരസിക്കേണ്ടത് അഥവാ തള്ളിക്കളയേണ്ടത് എന്നെല്ലാം വളരെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സംക്രമണകാലം മുഴുവൻ ഈ കാര്യങ്ങൾ മനസ്സിലോർക്കുന്നത്
അതിനനുസരിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടത്. ഇതെല്ലാം വളരെ അഭിലഷണീയമായ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദശകൾ. എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെ വ്യാഴദശയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഈ മഹാസംക്രമണം നിങ്ങളിൽ വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. മറ്റുള്ളവർക്ക് അത് ചെയ്യില്ലെന്ന് ഇതിനർത്ഥമില്ല. ഏകദേശം 13 മാസത്തെ സമയം എല്ലാവർക്കും തന്നെ ചില ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകാൻ മതിയായ സമയമാണ്. വ്യാഴം ഓരോ രാശിയിലൂടെ കടന്നു പോകുമ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളെയും സ്വാധീനിക്കുന്നു. ഫലം നമുക്ക് അതാത് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട അറിവും ജ്ഞാനവും നൽകുന്നു. വ്യാഴം ഗുരുവാണ്. നമ്മെ ജീവിതാനുഭവങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാപ്തരാക്കുന്നു. ഈ വ്യാഴ സംക്രമണത്തിൽ വ്യാഴം മാത്രമല്ല സംക്രമണം ചെയ്യുന്നത്. മെയ് 12 മുതൽ നവഗ്രഹങ്ങളിൽ പല ഗ്രഹങ്ങൾക്കും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലയളവിൽ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായും മാറ്റം സംഭവിക്കുന്നത്. മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നു. മെയ് 15 സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു. ഇതേ സമയം രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം എന്നീ രാശികളിലേക്ക് മാറുന്നു. ഈ ഗ്രഹങ്ങളുടെ കൂട്ടായ മാറ്റം എല്ലാ രാശിക്കാർക്കും ആ രാശികളിലുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും അനേകം ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ചില രാശിക്കാർക്ക് തുലോം വളരെയധികം ഗുണഫലമായ മാറ്റങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ത്രേതായുഗ രാശിയിൽ നിന്നും ദ്വാപരയുഗ രാശിയിലേക്കുള്ള പ്രവേശനം സംഹാര രാശിയായി മിഥുനത്തിൽ വരുന്നു. ശനി തുലാം രാശിയിൽ കൂടെ രാഹുവും വ്യാഴത്തെ ദൃഷ്ടി ചെയ്യുന്നു. നവഗ്രഹങ്ങളിൽ വലുതും സ്ഫടിക സാദൃശ്യവുമായ വ്യാഴത്തിൻ്റെ സ്ഥാനചലനം ഭൂമിയിലെ സമസ്ത ചരാചരങ്ങളിലും വിശിഷ്ടമായി മനുഷ്യജീവിതത്തിലും സുഖദുഃഖങ്ങൾ നൽകുന്നു. ഗുരു എല്ലാ ദോഷങ്ങളും പരിഹരിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രവചനം. ഗുരു എന്നാൽ വ്യാഴം. ലക്ഷം ദോഷാ ഗുരോഹന്തി എന്നാണ് പ്രമാണം. ജനനായകനായ ഗുരു നിലനിൽപ്പിന് ആധാരമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നു. ആഹാരത്തെ ഊർജമാക്കുന്ന വയറിൻ്റെ 5ാം ഭാവകാരക ഗ്രഹമാണ് വ്യാഴൻ. ആദിത്യനാണ് സ്വക്ഷേത്ര ബലവാനെങ്കിലും പ്രവർത്തനക്ഷമതയിൽ ന്യൂനത വരുമ്പോൾ ഗുരു സംഹാരകനായി മാറുന്നു. ചുരുക്കത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾക്ക് ബലഹീനത സംഭവിച്ചാലും ഗുരുബലമുണ്ടെങ്കിൽ ശുഭഫലം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ജാതകത്തിൽ ധനഭാവം, സന്താനഭാവം, ഭാഗ്യഭാവം, ലാഭഭാവം, കർമ്മഭാവം എന്നിവയുടെ കാരകത്വം ഗുരുവിനാണ്. കാലപുരുഷൻ്റെ ഭാഗ്യഭാവവും വ്യയഭാവവും ഗുരുവിനാണ്. ഒരാളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഗുരുവിന് കഴിയും. ശനി ഇപ്പോൾ തുലാം രാശിയിൽ രാഹുവിനോട് ചേർന്ന് ന്യായാധിപനെ പോലെ കള്ളത്തിന് കൂട്ടുനിൽക്കാതെ അധർമ്മികളിൽ അധർമ്മികളെ ശിക്ഷിക്കുന്നു. ശനി സാവകാശം ഉപദ്രവിക്കുമെങ്കിലും വ്യാഴം പെട്ടെന്ന് നീതി നടപ്പാക്കുന്നു. അതാണ് ഗുരു. ഗുരു ശനി രാഹുബന്ധം ആയതിനാൽ വ്യാഴത്തിൻ്റെ ഫലനഷ്ടം രോഗപ്രതിരോധ ശക്തി ഇല്ലാതാക്കുന്നു. തെറ്റായ തീരുമാനങ്ങളെടുത്ത് കർമ്മപഥത്തിലെത്തും. താൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും ശരിയെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കും. കരൾ രോഗം, പ്രമേഹം, ഓജക്ഷയം തുടങ്ങിയ രോഗമുള്ളവർക്ക് രോഗം മൂർച്ഛിക്കുന്നതായി കാണാം. കൂടാതെ വ്യാഴത്തിന് ബലമില്ലാത്തവർക്കും ഈ സമയത്ത് രോഗങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴവും കുജനും ഒരുമിച്ച് മിഥുനം രാശിയിൽ നിൽക്കുന്നത് വളരെയധികം ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കാം. വ്യാഴം ഈ മഹാസംക്രമണത്തിൽ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. ശനി ചോതി നക്ഷത്രത്തിലും വിശാഖത്തിലുമായി സഞ്ചരിക്കുന്നു. രാഹു വിശാഖത്തിലാണ് സഞ്ചരിക്കുന്നത്. കേതു ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു യോഗമാണ്. പരസ്പരം ദൃഷ്ടി ചെയ്യുന്നവരാണ്. 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല ഫലങ്ങൾ നൽകുന്ന ശനിയും രാഹുവും കേതുവും വ്യാഴവും മിഥുനൻ രാശിയിൽ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വ്യാഴ സംക്രമണം, വ്യാഴത്തിൻ്റെ മഹാമാറ്റം ജ്യോതിശാസ്ത്രപരമായി ഒരു മഹാസംക്രമണം തന്നെയാണ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ്.
വ്യാഴം, സൂര്യൻ, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ഈ മഹാസംക്രമണം 12 രാശികളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളെയും രാശികളെയുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. 2025 വ്യാഴത്തിൻ്റെ മഹാസംക്രമണം മകരം രാശിക്കാരെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക്. ഭാവം 6-ാം ഭാവമാണ്. ദൈനംദിന ജോലി, ആരോഗ്യം, ശത്രുക്കൾ എന്നിവ. വ്യാഴത്തിൻ്റെ വശങ്ങൾ 10-ാം ഭാവം തൊഴിൽ, 12-ാം ഭാവം ചെലവുകൾ, 2-ാം ഭാവം സംസാരം, സമ്പാദ്യം എന്നിവ. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ: കടങ്ങൾ, രോഗങ്ങൾ, ശത്രുക്കൾ, സേവന സംബന്ധമായ കാര്യങ്ങൾ. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും കടങ്ങളും തീർക്കുവാൻ അനുയോജ്യമായ സമയമാണ്. നിങ്ങളുടെ ദൈനംദിന ചര്യകൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ജോലിസ്ഥലത്തെ അല്ലെങ്കിൽ കർമ്മമണ്ഡലങ്ങളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ശ്രദ്ധാലുവാകേണ്ടതാണ്. ഇനി കരിയർ, ബിസിനസ്. മികച്ച ജോലി അല്ലെങ്കിൽ മികച്ച ബിസിനസ് ആണ്. ജോലിമാറ്റത്തിനോ പുതിയ പ്രോജക്റ്റ് അസൈൻമെൻറ്റുകൾക്കോ ഉള്ള സാധ്യതയുമുണ്ട്. പൊതുവെ സാമ്പത്തിക രംഗം ഈ വ്യാഴ മഹാസംക്രമണ കാലയളവിൽ മധ്യമമാണ്. സ്ഥിരമായ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് സേവന വ്യവസായങ്ങൾ അല്ലെങ്കിൽ സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആരോഗ്യം, ഗാർഹിക ദിനചര്യകൾ സുഗമമാകുന്നതാണ്. വ്യക്തിബന്ധങ്ങളിലൂടെയുള്ള സമൃദ്ധി, സമാധാനം, ധനാഗമന സാധ്യത. ഈ വ്യാഴസംക്രമണ കാലയളവിൽ നിങ്ങൾക്ക് ആരോഗ്യം വീണ്ടെടുക്കൽ, കടം തീർക്കൽ, മത്സരബുദ്ധി വർദ്ധിക്കൽ എന്നിവ കാണുന്നു. സ്വയം നേടുന്ന ജ്ഞാനത്തിലൂടെ നിയമപരമായി തന്നെ ജോലിസ്ഥലത്തായാലും കർമ്മമണ്ഡലങ്ങളിലായാലും വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണെന്ന് പറയാം. വ്യാഴത്തിൻ്റെ സ്വാധീനം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അച്ചടക്കമുള്ള ദിനചര്യകളെയും പിന്തുണയ്ക്കുന്നതാണ്. കുടുംബപരമായുള്ള ചില സമ്മർദ്ദങ്ങൾ ഉയർന്നു വന്നേക്കാമെങ്കിലും ആന്തരിക ശക്തിയും ആത്മവിശ്വാസവും മൂലം എല്ലാം തന്നെ സമാധാനത്തോടെ നേരിടുവാനും പരിഹരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു. മകരം രാശിക്കാർ ഈ വ്യാഴ സംക്രമണ കാലത്ത് 5-ൽ നിന്നും 6-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 3-ഉം 12-ഉം ഭാവാധിപനായ വ്യാഴം ഉപജയ സ്ഥാനത്തിലേക്ക് വരുന്നത് നല്ലതാണ്. പലവിധ നന്മകളും ചെയ്യുന്ന കാലഘട്ടമാണിത്. കൂടാതെ 12-ലേക്കും 2-ലേക്കും 10-ാം ഭാവത്തിലേക്കും കൂടി വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു. എന്നാൽ തന്നെയും മഹാബലിക്ക് തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടത് വ്യാഴം 6-ാം ഭാവത്തിലായിരുന്നപ്പോൾ. അതായത് ശത്രുക്കളുടെ ദോഷം വർദ്ധിക്കുന്നതാണ്. ഇഷ്ടജന വിരോധമുണ്ടാകാം, വ്യവഹാരങ്ങളുണ്ടാകാം. ജോലിക്കാരാണെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ നീരസമുണ്ടാകാം. ഇനി ഗർഭിണികളാണെങ്കിൽ സന്താനങ്ങൾക്ക് ചലന തടസ്സങ്ങൾ ഉണ്ടാകാം. ജീവിത പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ വരാവുന്നതാണ്. ഈ വ്യാഴ സംക്രമണ കാലയളവിൽ നിങ്ങൾക്ക് വിവാഹമോചന കാര്യം പോലും ചിന്താവിഷയമായി വരാവുന്നതാകയാൽ അതീവ ജാഗ്രതയും ക്ഷമയും ആവശ്യമാണ്. എന്നാൽ വിദേശയാത്രയ്ക്ക് വളരെ അനുകൂല സമയമാണ്. ഭാവിയെ ബാധിക്കുന്ന പ്രധാന രേഖകളിൽ ഒപ്പുവെക്കുന്നതാണ്. ആഡംബര വസ്തുക്കൾക്ക് ധനം ചിലവഴിക്കുന്നതാണ്. അഭിമാനം നിലനിർത്തുവാനായി കടം വാങ്ങേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനം മെച്ചപ്പെടുത്തുന്നു. രോഗാവസ്ഥയിലുള്ളവർക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്നതാണ്. നിർണായക ഘട്ടങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബാംഗങ്ങളിൽ രോഗദുരിതമുണ്ടാകുന്നതാണ്. ഈശ്വര വിശ്വാസമില്ലാത്ത കുടുംബാംഗങ്ങൾക്ക് പോലും ദൈവവിശ്വാസം ഉണ്ടാകുന്ന സമയമാണ് ഈ വ്യാഴ സംക്രമണ കാലയളവ്. പുതിയ ബിസിനസ്സിൽ ഏർപ്പെടുന്നതാണ്. സന്താനഭാഗ്യം കാണുന്നു. ഏത് കാര്യത്തിനും കഴിവും പ്രാപ്തിയും പ്രകടിപ്പിക്കുവാൻ വളരെ അനുയോജ്യമായ സമയമാണ്. നിങ്ങളുടെ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസമാക്കും. തൊഴിലന്വേഷകരാണെങ്കിൽ വിദേശ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നേട്ടം, ഭൗതിക കാര്യങ്ങളിലും സുഖഭോഗങ്ങളിലുമുള്ള നേട്ടം, ഉന്നത വിദ്യാഭ്യാസ യോഗം, ഇഷ്ടവസ്തുലാഭം എന്നിവയും പ്രാപ്തമാണ്. ഈ വ്യാഴമാറ്റ ഫലമായി നിങ്ങൾക്ക് പലവിധ ശത്രുക്കളും ഉണ്ടാകാം. അതുപോലെ പൈതൃക സ്വത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങളുണ്ടാകാം. ചികിത്സാരംഗത്ത് പുരോഗതിക്കുറവ്, അപകട സാധ്യത, കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നതാണ്.
നിങ്ങൾക്ക് വിപരീത ലിംഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളുമായുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കുന്ന സമയമാണെന്ന് പറയാം. അതുകൊണ്ട് അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമുള്ള സമയമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ ഗുണാനുഭവം ഉണ്ടാകുന്നതാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെ 6-ാം ഭാവത്തിലെ സ്ഥിതി മൂലം തർക്കങ്ങൾ, രോഗങ്ങൾ, തടസ്സങ്ങൾ എന്നിവ കാണുന്നു. കുടുംബ ബന്ധങ്ങൾ, ബിസിനസ് ബന്ധങ്ങൾ, സഹപ്രവർത്തകരുമായുള്ള സഹവാസത്തിലൂടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഉണ്ടാകാമെന്നത് കൊണ്ട് തന്നെ വ്യാഴപ്രീതികരങ്ങളായ വഴിപാടുകളും കാര്യങ്ങളും ചെയ്ത് ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതേസമയം ജോലിസ്ഥലത്തോ കർമ്മമണ്ഡലങ്ങളിലോ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വിപുലീകരണത്തിനുമുള്ള മികച്ച സമയമാണ് ഈ വ്യാഴസംക്രമണ കാലം. ബിസിനസ്, രാഷ്ട്രീയം, സിനിമ എന്നീ രംഗങ്ങളിലുള്ളവർക്ക് അതീവ ജാഗ്രത ഉണ്ടാവേണ്ട സമയമാണ് ഈ വ്യാഴസംക്രമണ കാലം എങ്കിലും വിവിധങ്ങളായ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നതായി കാണുന്നു. വിവിധ കാരണങ്ങളാൽ നിങ്ങളുടെ ബിസിനസ് പങ്കാളിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യമുണ്ടായേക്കാം. ഇതു കാരണം ജോലി, നിയമം, തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ, കോഴ്സുകളിൽ, ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം തന്നെ സ്വയം പഠിക്കേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ നിങ്ങൾ സ്വയം ആർജിക്കുന്ന അറിവുകളിൽ കൂടിയുള്ള ജീവിതാഭിവൃദ്ധിയാണ് തുടർ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വ്യാഴസംക്രമണ ഫലമായി ഉണ്ടാകുന്ന ഈ പരിവർത്തനങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഗുണഫലങ്ങളിലേക്കാണ് നിങ്ങളെ നയിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളിലും പരിഭ്രാന്തരാവാതെ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഈ വ്യാഴസംക്രമണ കാലയളവിൽ വ്യാഴപ്രീതികരങ്ങളായ വഴിപാടുകളും ദാനപ്രവൃത്തികളും നടത്തുന്നത് ഗുണഫലാർഹമാണ്. വ്യാഴാഴ്ച ദിവസങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക. മകരം രാശിക്കാരായ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള നക്ഷത്രജാതർ തങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും ദേശത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് ഭാഗ്യദായകവും ശുഭകരവുമാണ്. കൂടാതെ ജാതി മതഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ചുള്ള ആരാധനാലയങ്ങളിൽ ഉത്തമ ദിവസങ്ങളിൽ തന്നെ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും പുണ്യപ്രവൃത്തികൾ നടത്തുന്നതും നിങ്ങൾക്കുള്ള ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ഗുണഫലങ്ങൾ വന്നു ചേരുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ
ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.